എല്ലാവർക്കും നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും പ്രതിയാണ് തന്ത്രി ശ്രീ കണ്ഠര് രാജീവര്. എന്നാൽ 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം സമർപ്പിച്ച ആദ്യ ജാമ്യ ഹർജിയിൽ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിനെതിരെ തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിച്ചു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിനെ മറ്റുള്ള പ്രതികളുടെ ജാമ്യവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് മറ്റുള്ളവർക്കും കിട്ടിയല്ലോ അതേപോലെ തന്നെ തന്ത്രിക്കും കിട്ടിയതായിരിക്കും എന്നൊക്കെ പറയുന്ന നിരവധി ആൾക്കാരുണ്ട്. അതോടൊപ്പം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് എന്നതിനെക്കുറിച്ച് അറിയാതെ സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ ഈ ജാമ്യ ഹർജിയിൽ വിധി പറയുന്ന സമയത്ത് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് വളരെ കൃത്യമായിട്ട് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം നൽകുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും മറ്റുള്ള ആൾക്കാർക്ക് ജാമ്യം ലഭിച്ചതുപോലെയല്ല തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് എന്ന്. അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട 8 കാരണങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ആ 8 കാരണങ്ങളിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്നും അതിൽ SITക്ക് എന്തൊക്കെ തെളിവുകളാണ് ഹാജരാക്കാൻ കഴിഞ്ഞത്, അഥവാ എന്തുകൊണ്ട് ആ തെളിവുകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കോടതിയുടെ പരാമർശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നോക്കാം. ഇവിടെ പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തന്ത്രി ഒരു സാധാരണക്കാരനല്ല. കൊല്ലം വിജിലൻസ് കോടതി തന്നെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് ശ്രീ രാജീവര്. അങ്ങനെ ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതല്ലെങ്കിൽ അതിൽ പൊളിറ്റിക്കൽ വെണ്ടറ്റ ഉണ്ടാകും എന്ന രീതിയിലത്തേക്കുള്ള ചർച്ചകൾ പോലും സമൂഹത്തിൽ ഉണ്ടാകും. ആ ചർച്ചകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കുറേയധികം ഉദ്യോഗസ്ഥന്മാരെ, വളരെ ക്രെഡിബിലിറ്റിയുള്ള കുറേയധികം ഉദ്യോഗസ്ഥന്മാരെ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് ഹൈക്കോടതി രൂപീകരിച്ചതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT. അതുകൊണ്ട് തന്നെ 41 ദിവസം ലഭ്യമായിട്ടും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഒരെണ്ണത്തിലെങ്കിലും ഒരു തെളിവെങ്കിലും ഹാജരാക്കാനായിട്ട് അവർക്ക് സാധിക്കണമായിരുന്നു. അത്രയും പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അത് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ തന്ത്രിയുടെ പൊസിഷൻ കൂടുതൽ ശക്തമാവുകയാണ്. ഇതിൽ SITയുടെ ഒന്നാമത്തെ ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ കേസുകളിലെ ഒന്നാമത്തെ പ്രതിയെ തന്ത്രിയാണ് ശബരിമലയിൽ കയറ്റിയത് എന്നുള്ളതായിരുന്നു. ഈ 2 ആൾക്കാരും ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരേ കാലയളവിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അന്നുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി ഈ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതുമായിരുന്നു SITയുടെ കേസ്. എന്നാൽ തൻ്റെ ജാമ്യ ഹർജിയിൽ തന്ത്രി വാദിച്ചത് ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ 2 ആൾക്കാരും ഏതൊക്കെ കാലഘട്ടത്തിലാണ് അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതിൻ പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കീഴ്ശാന്തിയായിട്ട് പ്രവർത്തിച്ചത് 1997 മുതൽ 2003 വരെയുള്ള 6 വർഷങ്ങളിലാണ്. എന്നാൽ കണ്ഠര് രാജീവര് അവിടെ തന്ത്രിയായിട്ട് പ്രവർത്തിച്ചത് 2005 മുതൽ 2015 വരെയുള്ള 10 വർഷങ്ങളിലാണ്. ചുരുക്കി പറഞ്ഞാൽ കീഴ്ശാന്തിയായിട്ട് പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി 2003 അവിടെ നിന്ന് മാറി 2 വർഷം കൂടി കഴിഞ്ഞ് 2005 കണ്ഠര് രാജീവർക്ക് അവിടുത്തെ തന്ത്രം വരുന്നത്. അപ്പോൾ 2 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരേ കാലയളവിൽ ഇവരവിടെ ഒന്നിച്ചു പ്രവർത്തിച്ചുവെന്നോ ആ രീതിയിലത്തേക്കുള്ള ഒരു ബന്ധം ഇവർക്ക് വ്യക്തിപരമായിട്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയാണ് പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചോ സ്ഥാപിക്കാനായിട്ട് SITക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് SITയുടെ ഭാഗത്തെ വീഴ്ചയായിട്ട് കോടതി കണ്ടെത്തുന്നത്. തന്നെയുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിൽ ഒരു കീഴ്ശാന്തിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിനെക്കുറിച്ച് SIT ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ള ഒരു കാര്യവും ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് SITയുടെ ഭാഗത്തിനെ കൂടുതൽ ദുർബലമാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി രണ്ടാമത്തെ വാദം, തന്ത്രി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ്. എന്നാൽ തന്ത്രിക്ക് ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും ഇല്ല എന്നാണ്, അതായത് ഒരു തരത്തിലുള്ള മാലിഫൈഡ് ഇൻറ്റൻഷൻസും തന്ത്രിക്ക് ഇല്ല എന്നാണ് കൊല്ലം വിജിലൻസ് കോടതി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. 2019 ജൂൺ മാസം 18-ാം തീയതി ശബരിമലയിലെ ഈ പാളികളുമായി ബന്ധപ്പെട്ട് തന്ത്രി രേഖാമൂലം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പാളികൾ സ്വർണ്ണമാണ് എന്ന് തന്നെയാണ്, അതിൽ ചെമ്പ് തെളിഞ്ഞ് കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദേവസ്വത്തിൻ്റെ മറ്റൊരു ഉദ്യോഗസ്ഥനും ഇത് സ്വർണ്ണപ്പാളികളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നോ അത് ക്ലാഡ് ചെയ്തിരിക്കുന്നതാണ് എന്നോ പറഞ്ഞിട്ടില്ല. മറിച്ച് അവരെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ചെമ്പ് പാളികളാണ് എന്നാണ്. സ്വർണമുണ്ട് എന്നതിനെക്കുറിച്ച് ഈ 2019 ജൂൺ മാസം 18-ാം തീയതി ബോർഡിനെ അറിയിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ തന്ത്രി കണ്ഠര് രാജീവരാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്പ് പാളികൾ എന്ന് എഴുതിയിരിക്കുന്നത് ഈ കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിരുന്നുവെങ്കിൽ സ്വർണം എന്നെഴുതിയിരിക്കുന്ന തന്ത്രിക്ക് എങ്ങനെയാണ് അതിലൊരു ദുരുദ്ദേശം ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ SITയോട് കൊല്ലം വിജിലൻസ് കോടതി ചോദിക്കുന്നത്. തന്നെയുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം അഭിപ്രായം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരെ ഏൽപ്പിക്കണമെന്നോ എപ്പോഴത്തേക്ക് ചെയ്യണമെന്നോ ഒന്നും തന്നെ തന്ത്രിയോട് പറഞ്ഞിട്ടില്ല.
അതായത് പോറ്റിക്ക് തന്നെ ഇത് കൊടുക്കുക എന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശ അവിടെ തന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുമില്ല. അപ്പോൾ സ്വർണ്ണപ്പാളികളാണ് എന്ന് എഴുതിയിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുക? കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇത് ചെമ്പ് പാളികളാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയുമല്ല, മറ്റ് 2 ദിവസങ്ങളിലുള്ള മഹസറുകളിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല. അതിലൊരു ദിവസം അദ്ദേഹം സന്നിധാനത്ത് ഹാജരായിരുന്നില്ല, രണ്ടാമത്തെ മഹസറിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല. ഏതെങ്കിലും തരത്തിൽ ഈ കൊള്ളയ്ക്ക് അദ്ദേഹം കൂട്ടുനിന്നിരുന്നു എങ്കിൽ ഇതിലെല്ലാം തന്നെ അദ്ദേഹം ഒപ്പിടണമായിരുന്നു എന്നാണ് വിജിലൻസ് കോടതി പറയുന്നത്. അപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ആൾക്കാർ അതിൽ പ്രതികളാണ് എങ്കിൽ ഒപ്പിടാത്ത ആളിനെയും പ്രതി ചേർക്കാമെങ്കിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ഒരാൾ പ്രതിയാകും എന്നുള്ള ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒപ്പിട്ട ആൾക്കാരെയാണ് പ്രതികളായിട്ട് ചേർക്കുന്നത് എങ്കിൽ ഒപ്പിടാത്ത തന്ത്രി എങ്ങനെയാണ് കുറ്റക്കാരനാകുക, എങ്ങനെയാണ് അദ്ദേഹത്തിന് മാലഫേഡ് ഇൻറ്റൻഷൻസ് ഉണ്ട് എന്ന് സ്ഥാപിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വിജിലൻസ് കോടതി SITയോട് ചോദിക്കുന്നത്. അതിന് SITക്ക് മറുപടിയും ഉണ്ടായിരുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുന്നതിന് മുമ്പ് ഇതിൽ ഒരു വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്തിരുന്നു. വിജിലൻസ് അതിന് പ്രകാരം 2 റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിയിൽ കൊടുത്തത്. ഈ 2 റിപ്പോർട്ടുകളിലും മറ്റുള്ള പല ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന തെറ്റിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വളരെ പോസിറ്റീവായിട്ട് മാത്രമാണ് തന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് സ്വർണ്ണപ്പാളികളാണ് എന്നുള്ള അഭിപ്രായം രേഖാമൂലം ബോർഡിനെ അറിയിച്ചിരിക്കുന്ന ഒരേ ഒരാൾ കണ്ഠര് രാജീവരാണ് എന്നാണ് വിജിലൻസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിജിലൻസ് പോലും സത്യത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന ഒരാളിനെയാണ് പിന്നീടുണ്ടായിരിക്കുന്ന അന്വേഷണത്തിൽ SIT പ്രതിയാക്കി ചേർക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തിന് കൂടുതൽ ബലമുണ്ടാകുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ കാര്യം, തന്ത്രി ഈ പാളികളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അനുജ്ഞ നൽകിയില്ല എന്നുള്ളതാണ്. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും അനുജ്ഞ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും SIT പറയുന്നത് തന്ത്രി ആചാരലംഘനം നടത്തി എന്നുള്ളതാണ്. ഇവിടെ കോടതി ഇത് പരിശോധിച്ചതിന് ശേഷം പറയുന്നത് ശരിയാണ്, ഈ വിഷയത്തിൽ കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അനുജ്ഞ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അനുജ്ഞ നൽകണമെങ്കിൽ തന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ ബോർഡ് രേഖാമൂലം അത് തന്ത്രിയോട് ആവശ്യപ്പെടണം. കാരണം ഈ കട്ടളപ്പാളികൾ എടുത്തുകൊണ്ട് പോവുക, ദ്വാരപാലപാളികൾ എടുത്തുകൊണ്ട് പോവുക, അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുക എന്നതൊക്കെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്. അതല്ലാതെ പൂജാ കാര്യങ്ങളുമായിട്ടോ ആചാരങ്ങളുമായിട്ടോ മതപരമായിട്ടുള്ള ചടങ്ങുകളുമായിട്ടോ അതിന് ബന്ധമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്ത്രിയോട് അഭിപ്രായം ചോദിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം അഭിപ്രായം പറയേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ ദ്വാരപാലക പാളികളുടെ വിഷയത്തിൽ അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്, അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. എന്നാൽ കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ട് ബോർഡ് അദ്ദേഹത്തിനോട് ഔദ്യോഗികമായിട്ട് അഭിപ്രായം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അനുമതി, അനുജ്ഞ, അഭിപ്രായം ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. ശ്രീകോവിലിൻ്റെ പുറത്തുള്ള ഒരു അലങ്കാരം മാത്രമാണ് കട്ടിളപ്പാളിയിലും ദ്വാരപാലക പാളിയിലുമുള്ള സ്വർണം പൂശിയിരിക്കുന്ന പാളികൾ. അതുകൊണ്ട് തന്നെ പൂജയുമായിട്ടോ ആചാരവുമായിട്ടോ അവിടുത്തെ ചടങ്ങുകളുമായിട്ടോ അവയ്ക്ക് ബന്ധമില്ലാത്തതുകൊണ്ടും അതിനെ ഒരു തരത്തിലും ഇത് ബാധിക്കാത്തതുകൊണ്ടും തന്ത്രിയുടെ അഭിപ്രായത്തിന് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പരിഗണന നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിപ്പയർ, അപ്കീപ്പ്, മെയിൻ്റനൻസ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് മാത്രമേ പരിഗണിക്കപ്പെടേണ്ടതുള്ളൂ. ആചാരപരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല അത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയത്തിലും തന്ത്രിയെ കുറ്റപ്പെടുത്താനായിട്ട് ഒന്നുമില്ല എന്ന് SITയോട് ഇവിടെ കൊല്ലം വിജിലൻസ് കോടതി പറയുന്നത്. ഇനി SITയുടെ 4ാമത്തെ ആരോപണം, സന്നിധാനത്ത് നിന്ന് അവിടെയുള്ള എല്ലാ സ്വർണ്ണപ്പാളികളും എടുത്തുകൊണ്ട് പോകുന്നത് തന്ത്രി കണ്ടു, അദ്ദേഹം അറിഞ്ഞതിന് ശേഷവും അത് അദ്ദേഹം ദേവസ്വം ഭരണസമിതിക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ട് SIT പറയുന്നത്. ഈ വിഷയത്തിൽ കോടതി കണ്ടെത്തുന്നത് തന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഭരണാധികാരവും ഇല്ല എന്നുള്ളതാണ്. ദേവസ്വം മാനുവലിൻ്റെ വോളിയം 2 ചാപ്റ്റർ 14 സബ് ക്ലോസ് 15 പരിശോധിച്ചാൽ തന്ത്രിക്ക് ആചാരവും പൂജയും ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായവും സ്വാതന്ത്ര്യവും അധികാരവും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ തന്ത്രിക്ക് ഒരു ഇടപെടലും നടത്താനുള്ള അവകാശമില്ല എന്ന് ദേവസ്വം മാനുവൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ തന്ത്രി അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട് എങ്കിൽ അതിൽ തന്ത്രിയോട് ബോർഡ് ഔദ്യോഗികമായിട്ട് അഭിപ്രായം ആരായണം. ആ സമയത്ത് മാത്രമേ തന്ത്രി അത് പറയേണ്ടതുള്ളൂ. അതല്ലാതെ അദ്ദേഹം അഭിപ്രായം പറയേണ്ടതും അനുജ്ഞ നൽകേണ്ടതും ആചാരം, ചടങ്ങ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, പൂജകൾ ഈ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടോ ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള പൂജയോ ആചാരമോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിനെ പൂർണ്ണമായിട്ടും ഒരു മെയിൻ്റനൻസ് വർക്ക് എന്ന രീതിയിലത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്കായിട്ട് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് കേവലം അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താനായിട്ട് തന്ത്രിക്ക് ഒരു തരത്തിലുള്ള അധികാരവുമില്ല, അവകാശവുമില്ല. അത് തന്നെയുമല്ല, പല ഘട്ടങ്ങളിലും ഇവിടെ SIT പറയുന്നത്
തന്ത്രി ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ കീഴിൽ വരുന്ന ഒരു സബോർഡിനേറ്റ് സ്റ്റാഫാണ് എന്നാണ്. എന്നാൽ അതേ തന്ത്രി തന്നെ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ദേവസ്വം ബോർഡിന് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് തന്ത്രി എന്ന് SITക്ക് ഒരു വാദമുണ്ട് എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനെ തിരുത്തുന്നതിന് വേണ്ടി അതിന് മുകളിലേക്ക് അദ്ദേഹത്തിന് ആക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ രണ്ട് പ്രസ്താവനകളും പരസ്പര വിരുദ്ധമാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, SIT പറയുന്നത് തന്ത്രി ഈ വിഷയത്തിൽ കൊള്ള നടക്കുന്നതിന് വേണ്ടി മൗനാനുവാദം നൽകി എന്നുള്ളതാണ്. ഇവിടെ ഈ മൗനാനുവാദം എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൊല്ലം വിജിലൻസ് കോടതി പഠിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം കോടതി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അധികാരമുള്ള, നിങ്ങൾ തീരുമാനമെടുക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ തീരുമാനം എടുക്കാതെ നിങ്ങൾ മിണ്ടാതെ ഇരുന്നെങ്കിൽ മാത്രമാണ് അത് മൗനാനുവാദമായി മാറുന്നത്. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ശ്രീകോവിലിൻ്റെ പുറത്തുള്ള അലങ്കാരമായിട്ടുള്ള ഒരു വസ്തുവിൻ്റെ റിപ്പയർ, മെയിൻ്റനൻസ്, അപ്കീപ്പ് എന്നീ വിഷയങ്ങളാണ്. പൂർണ്ണമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതിൽ ഇടപെടാനായിട്ട് തന്ത്രിക്ക് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇടപെടാൻ അധികാരമില്ലാത്ത ഒരു വിഷയത്തിൽ അദ്ദേഹം മിണ്ടാതിരുന്നാലും മിണ്ടിയാലും അത് അദ്ദേഹത്തിൻ്റെ വീഴ്ചയല്ല, അതൊരു കുറ്റവുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിൻ്റെ സബോർഡിനേറ്റ് സ്റ്റാഫാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഇതിൻ്റെ റിപ്പയർ എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അവിടെ നിന്ന് ഒരു വസ്തു സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ച് അനുമതി വാങ്ങിയിരിക്കണം. അതേപോലെ തന്നെ കോടതിയെ അറിയിച്ച് അനുമതി വാങ്ങിയിരിക്കണം. ഈ കാര്യങ്ങളൊന്നും തന്നെ നോക്കേണ്ടുന്ന, അന്വേഷിക്കേണ്ടുന്ന ആവശ്യം തന്ത്രിക്കല്ല, മറിച്ച് അത് ദേവസ്വത്തിൻ്റെ ഭരണസമിതിക്കാണ്. ദേവസ്വത്തിൻ്റെ ഭരണസമിതി ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടി ഈ പാളികളെ അവിടെ നിന്ന് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടുന്ന അപ്രൂവലുകൾ സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹൈക്കോടതിയിൽ നിന്നാണെങ്കിലും ബോർഡ് സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന് അനുമാനിക്കാൻ മാത്രമേ തന്ത്രിക്ക് കഴിയുകയുള്ളൂ. അതല്ലാതെ ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലോ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു കയറി അഭിപ്രായം പറയേണ്ടുന്ന, അവരെ തിരുത്തേണ്ടുന്ന, അവരുടെ സുപ്പീരിയർ അതോറിറ്റിയായിട്ട് സൂപ്പർവൈസറി പവേഴ്സ് എടുക്കേണ്ടുന്ന ഒരു കാര്യവും അവിടെ തന്ത്രിക്കില്ല. അതിനെ ദേവസ്വം മാനുവൽ വിലക്കുന്നുണ്ട് എന്നുള്ളതാണ് കോടതി ഇവിടെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നത്. ഇനി ആറാമത്തെ കാര്യം ഗൂഢാലോചനയാണ്. പോറ്റിയുമായി ചേർന്ന് തന്ത്രി ഗൂഢാലോചന നടത്തി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്നുള്ള ഒരു കാര്യമുണ്ടാകണം. അതായത് ഒന്നിലധികം ആൾക്കാർ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നത് പോലും ഗൂഢാലോചനയ്ക്ക് മതിയായിട്ടുള്ള കാരണമല്ല. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്, ഒരേ ഉദ്ദേശത്തോടു കൂടി അവർ ഈ വിഷയത്തിനെ പറ്റി പ്ലാനിംഗ് നടത്തിയിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഗൂഢാലോചന. ഇവിടെ തന്ത്രിയുടെ അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും SIT പറയുന്നത് അദ്ദേഹം പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുന്ന തെളിവിൻ്റെ ഒരു കണിക പോലും ഹാജരാക്കാനായിട്ട് SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെ കാര്യം തന്ത്രിക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണമാണ്. നമുക്കറിയാം ഇതിനോടകം തന്നെ പല പ്രൈവറ്റ് ബാങ്കുകളിലും തന്ത്രിക്ക് നിക്ഷേപമുണ്ടായിരുന്നുവെന്നും അതിൽ തന്നെ പല ബാങ്കുകളും ഇൻസോൾവൻസിയിലേക്കൊക്കെ പോയപ്പോൾ അതിലെ ഒരു ക്രെഡിറ്ററായിട്ടുള്ള തന്ത്രി ഈ പണം നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അനധികൃതമായിട്ടുള്ള പണമാണ് എന്നൊക്കെയാണ് SIT വാദിക്കാനായിട്ട് ശ്രമിച്ചത്. അത്തരത്തിൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് 2 കോടിയിലധികം രൂപയുടെ നിക്ഷേപം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടിന് ഉദാഹരണമായിട്ടും തെളിവായിട്ടും കോടതിയിൽ SIT കൊണ്ടുവന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിക്ഷേപങ്ങളെയോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെയോ പോറ്റിയുമായി ബന്ധപ്പെടുത്തുന്നതിനോ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തുന്നതിനോ ഒരേ കാലഘട്ടത്തിലുള്ള കാര്യമാണ് എന്ന് തെളിയിക്കുന്നതിനോ SITക്ക് കഴിഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പരമാവധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രിക്ക് പല സ്ഥലങ്ങളിലായിട്ട് സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങളുണ്ട്. ആ നിക്ഷേപങ്ങളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രി അതെല്ലാം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് സമാഹരിച്ചതാണ് എന്ന് പറയാനോ അതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു ചേർന്നതാണ് എന്ന് പറയുന്നതിനോ ഒരു തരത്തിലുള്ള തെളിവുകളും SITയുടെ കയ്യിലില്ല. തന്നെയുമല്ല, ഇവിടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് കൊല്ലം വിജിലൻസ് കോടതി തന്നെ പറയുന്നുണ്ട്. അതായത് തന്ത്രിക്ക് നിരവധി ക്ഷേത്രങ്ങളിൽ തന്ത്രമുണ്ട്. ഇവിടെ നിന്നെല്ലാം തന്നെ അദ്ദേഹത്തിന് ദക്ഷിണ കിട്ടും. ആ ദക്ഷിണ വലിയ തുകകളുമാണ്. അതുകൊണ്ട് തന്നെ പല സോഴ്സുകളിൽ നിന്ന് തന്ത്രിക്ക് വരുമാനമായിട്ട് ദക്ഷിണയായിട്ട് പണം കിട്ടുന്നുണ്ട്. അത് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ, ഏറ്റവും കൂടുതൽ നടവരവുള്ള ഒരു ക്ഷേത്രത്തിൽ അതിന് ആനുപാതികമായിട്ട് തന്നെ തന്ത്രിക്കും മേൽശാന്തിക്കും ഒക്കെ തന്നെ ദക്ഷിണ കിട്ടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ കയ്യിലേക്ക് പണം വന്നു ചേർന്നു, അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലായിട്ട് ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ നിക്ഷേപമുണ്ട് എന്നുള്ളത് അദ്ദേഹം അതെല്ലാം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് സമാഹരിച്ചിരിക്കുന്ന ധനമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ തന്നെ കൊണ്ടുവരേണ്ടതാണ്. അതല്ലാതെ കേവലം അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം തന്നെ ഈ വഴി വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കാൽ പറയുകയല്ല, തെളിയിക്കുകയാണ് വേണ്ടത്. അങ്ങനെ തെളിയിക്കാനായിട്ട് SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് തെളിവിൻ്റെ ഒരു കണിക പോലും
തന്ത്രിക്കെതിരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് കൊല്ലം വിജിലൻസ് കോടതി പറയുന്നത്. ഇനി എട്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇവിടെ SITയുടെ ഭാഗത്ത് ഒരു ഇരട്ടത്താപ്പുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ശങ്കർദാസിൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരുന്ന SIT ആരോഗ്യപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള മടിയും കാണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനം. തന്ത്രിക്ക് ചികിത്സയുടെ ആവശ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മതിയായിട്ടുള്ള ചികിത്സ കൂടി ലഭിക്കേണ്ടതാണ്. ഒരു തരത്തിലുള്ള തെളിവുമില്ലാതെ അദ്ദേഹത്തിനെ തുടർന്നും കസ്റ്റഡിയിൽ വെക്കാനായിട്ട് സാധ്യമല്ല എന്ന് കണ്ടുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 8 പ്രധാനപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഏറ്റവും അവസാനത്തേത് വ്യക്തിപരവും ആരോഗ്യപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന 7 പ്രധാനപ്പെട്ട കാരണങ്ങൾ SITക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ്. 41 ദിവസം കയ്യിൽ കിട്ടിയതിനു ശേഷവും ഒരു തരത്തിലുള്ള തെളിവും ഇതിൽ ഒരാരോപണത്തിനും എതിരെ സമർപ്പിക്കാനായിട്ട് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്നതാണ് സത്യം. അദ്ദേഹത്തിനെതിരെ തെളിവിൻ്റെ കണിക പോലുമില്ല. ഇവിടെയാണ് തന്ത്രി പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ബലം കിട്ടുന്നത്. തന്ത്രി പറയുന്നത് തൻ്റെ 2 തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിനെ വല്ലാതെ തനിക്കെതിരെ വിരോധമുണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. നമുക്കറിയാം, പല ആൾക്കാരും സർക്കാരിനെതിരെ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാരോടെല്ലാം തന്നെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നു എന്നൊന്നും തന്നെ നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിലുള്ള വിരോധമായിരുന്നില്ല സർക്കാരിന് തന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള 2 തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ എതിര് നിന്നിരുന്ന, അതിനെ പരാജയപ്പെടുത്തിയ ഒറ്റ വ്യക്തി എന്ന നിലയിലാണ് കണ്ഠര് രാജീവരോട് സർക്കാരിന് വിരോധമുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതേണ്ടി വരും. കാരണം സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ശബരിമലയിലെ യുവതീ പ്രവേശം. ശബരിമലയിൽ ഇങ്ങനെ യുവതികൾ വന്നാൽ ഞാൻ ആചാരപരമായി നടയടച്ചിട്ട് പോകും എന്നാണ് തന്ത്രി കണ്ഠര് രാജീവര് ആ സമയത്ത് പറഞ്ഞത്. അത് കേവലം ഒരു അഭിപ്രായ പ്രകടനമായിരുന്നില്ല, സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിനെ ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമായിരുന്നു. രണ്ടാമത്തേത്, ശബരിമല ക്ഷേത്രം ഒരു കാനന ക്ഷേത്രമാണ്, ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. എങ്കിലും ആ ക്ഷേത്രം എല്ലാ ദിവസവും തുറന്നിരിക്കുന്നതിന് വേണ്ടി സർക്കാരിനൊരു താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് തന്ത്രി പറയുന്നത്. ആ തീരുമാനത്തിനെയും എതിർത്തത് തന്ത്രിയാണ്. അത് നടപ്പാക്കാതിരിക്കുന്നത് തന്ത്രിയുടെ ഈ തീരുമാനം കൊണ്ടാണ്. ഇത് രണ്ടും ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ സർക്കാരിൻ്റെ ഏതെങ്കിലും തീരുമാനത്തിനോട് തന്ത്രിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിൻ്റെ പേരിൽ തന്ത്രിയോടുണ്ടായിരിക്കുന്ന പകയല്ല, മറിച്ച് സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള 2 സുപ്രധാന തീരുമാനങ്ങളെ, പ്രത്യേകിച്ച് ശബരിമല എയർപോർട്ടും ഒക്കെ വരുന്ന സമയത്ത് ആ ക്ഷേത്രം എല്ലാ ദിവസവും തുറന്നിരിക്കുന്നത് എത്രത്തോളം ആവശ്യമാണ് എന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആംഗിളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നയപരമായിട്ടുള്ള 2 കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ നിന്ന് സർക്കാരിനെ തടസ്സപ്പെടുത്തിയിരുന്ന സിംഗിൾ എൻറ്റിറ്റി എന്ന നിലയിൽ പ്രവർത്തിച്ചയാളാണ് കണ്ഠര് രാജീവര്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല, തനിക്കെതിരെ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല, മറിച്ച് തന്നെ പ്രതിയാക്കുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഈ സർക്കാരിനുണ്ട്, അത് SIT വഴി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അതല്ലായിരുന്നുവെങ്കിൽ 2019 കട്ടിളപ്പാളി കേസിലോ ദ്വാരപാലക പാളി കേസിലോ എങ്ങനെയാണ് 2017 തന്ത്രിക്ക് നൽകിയിരിക്കുന്ന ആചാരപരമായി കൈമാറ്റം ചെയ്തിരിക്കുന്ന വാജി വാഹനം കസ്റ്റഡിയിലെടുക്കാനായിട്ട് SITക്ക് കഴിയുക? അതുമായി ബന്ധപ്പെട്ട് ഒരു കേസില്ല. ഒരു കേസിന് അഗെയിൻസ്റ്റ് മാത്രമേ ഒരു മഹസർ തയ്യാറാക്കി വസ്തുക്കൾ സീസ് ചെയ്തെടുക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. തന്നെയുമല്ല, ഈ ദ്വാരപാലക പാളി കേസുമായിട്ടോ കട്ടിളപ്പാളി കേസുമായിട്ടോ വാജി വാഹനത്തിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അപ്പോൾ തന്ത്രിയെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചാൽ കോടതികൾക്ക് പോലും അത് കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതല്ലാതെ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല അത് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ തന്ത്രത്തിൻ്റെ ആചാരത്തിൻ്റെ ചടങ്ങുകളുടെ കസ്റ്റോഡിയനായിട്ടുള്ള തന്ത്രിയെ ഈ രീതിയിലത്തേക്ക് ഒരു തരത്തിലുള്ള തെളിവിൻ്റെയും ഒരു കണിക പോലും ഇല്ലാതെ തന്നെ 41 ദിവസം കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികഞ്ഞ അവഹേളനമാണ്, അപമര്യാദയാണ്, അനാദരവാണ് എന്നുള്ളതാണ് പോയിന്റ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, തന്ത്രിയുടെ അറസ്റ്റ് റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും നോക്കിക്കഴിഞ്ഞാൽ ആ കേസ് എത്രത്തോളം ദുർബലമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുതൽ തന്നെ തന്ത്രിയെ അനുകൂലിച്ച് ചാനൽ ചർച്ചകളിലടക്കം ഞാൻ സംസാരിച്ചത്. ആ സമയത്തും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി വെൽവിഷേഴ്സായിട്ടുള്ള ആൾക്കാരടക്കം നിരവധി പേർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൺവിക്ഷൻ, എൻ്റെ ബോധ്യം എന്താണ് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള SIT ആ ഒരു റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ആ വിഷയത്തിൽ തന്ത്രിക്കൊപ്പം നിന്നത്. ഇപ്പോൾ ആ തെളിവുകളൊന്നും തന്നെ കൊണ്ടുവരാനായിട്ട് 41 ദിവസം ശ്രമിച്ചിട്ടും SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോടതി അത് കൃത്യമായി പറഞ്ഞാണ് തന്ത്രിക്ക് ജാമ്യം നൽകുന്നത്. അതായത്
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് കോടതിക്ക് സംശയമില്ല. എന്നിട്ടും 90 ദിവസത്തിനകം അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു വീഴ്ച SITയുടെ ഭാഗത്തുണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്, സ്വാഭാവിക ജാമ്യമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ 41 ദിവസത്തിൽ, അതും അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ജാമ്യ ഹർജിയിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലല്ല, മറിച്ച് അദ്ദേഹത്തിനെതിരെ തെളിവിൻ്റെ കണിക പോലുമില്ല എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളും ഇതിൽ സംശയമുള്ള ആൾക്കാരും കോടതിയുടെ ആ വിധി ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. അത് വായിക്കുമ്പോൾ എത്ര ഗൂഢമായിട്ടുള്ള, എത്ര അനാദരവോട് കൂടിയിട്ടുള്ള ഒരു നീക്കമാണ് തന്ത്രിക്കെതിരെ നടന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമാകും. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് വിചാരണാ ഘട്ടത്തിൽ സത്യം സത്യമായി പുറത്തു വരട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം. അയ്യപ്പ സ്വാമി തന്നെ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കള്ളന്മാരെ പുറത്തു കൊണ്ടുവരട്ടെ, നിരപരാധികളെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.